ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ചോദിച്ച ചോദ്യങ്ങളെല്ലാം ടോപ്പിക് വൈസ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന സീരീസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്നോണം ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ 2025 ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലാസ്സുകൾ കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത്. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇവിടെയുണ്ട്. ദഹനവ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഓപ്ഷൻസ്: ചെറുനാക്ക്, എപ്പിഗ്ലോട്ടിസ്, ശ്വസനി, അന്നനാളം. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് വായിൽ നിന്ന് അന്നനാളം വഴിയാണ് ആമാശയത്തിലേക്ക് എത്തുക. അതേസമയത്ത് ശ്വാസം എന്ന് പറയുന്നത് മൂക്കിൽ നിന്ന് നാസാഗുഹരം എന്ന് പറയുന്ന ഭാഗത്ത് വഴി നേരെ ശ്വാസനാളത്തിലേക്കും അവിടെ നിന്ന് ശ്വസനികളിലേക്കും പിന്നീട് ശ്വാസകോശത്തിലേക്കുമാണ് എത്തുക. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഈ രണ്ട് കൂട്ടരും പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ പറയുന്ന നമ്മുടെ കഴുത്തിൽ ഏകദേശം ഈ ഭാഗത്ത് വരുന്ന ഗ്രസനി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ വെച്ച് ഈ പറയുന്ന രണ്ട് കുഴലുകളും തുറന്നിരിക്കുന്ന ഒരവസ്ഥയും, അതായത് കുഴലുകളുടെ രണ്ട് എൻഡുകളും തുറന്നിരിക്കുന്ന ഒരവസ്ഥ, അതായത് വായിൽ നിന്ന് പോകുന്ന പോർഷനും തുറന്നിരിക്കുകയായിരിക്കും, അന്നനാളത്തിന്റെ പോർഷനും തുറന്നിരിക്കുകയായിരിക്കും. അതിലേക്ക് മറ്റൊരു കണക്ഷൻ ഇങ്ങനെ വരുന്നു. മുകളിൽ നിന്ന് നാസാഗുഹരത്തിൽ നിന്നുള്ള ഭാഗവും താഴത്തു നിന്ന് ശ്വാസനാളത്തിൽ നിന്നുള്ള ഭാഗവും. അപ്പോൾ 4 പേരും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങാനും ശ്വാസനാളത്തിലേക്ക് കടന്ന് ശ്വാസകോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മുടെ ശ്വാസം ബ്ലോക്ക് ആവുകയും നമുക്ക് ശ്വാസം കിട്ടാതെ മരണപ്പെടാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും. ഇതുണ്ടാവാതിരിക്കണമെങ്കിൽ ആഹാരത്തെ സേഫായിട്ട് അന്നനാളത്തിലേക്ക് കടത്തിവിട്ടണം. ആഹാരം ഒരു കാരണവശാലും താഴത്ത് ശ്വാസനാളത്തിലേക്കും പോകാൻ പാടില്ല, മുകളിലേക്ക് നമ്മുടെ നാസാഗുഹരത്തിലേക്കും പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ 2 അടപ്പുകളുണ്ട്. അതിലൊരടപ്പ് ചെറുനാക്കാണ്, ഒരടപ്പ് എപ്പിഗ്ലോട്ടിസ് ആണ്. ഇതിൽ ചെറുനാക്കെന്ന് പറയുന്ന ആഹാരം മുകളിലേക്ക് അഥവാ നാസാഗുഹരത്തിലേക്ക് പോകുന്നത് തടയുന്നുണ്ട്. അതേസമയത്ത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം ഇങ്ങനെ വിഴുങ്ങി ഇറക്കുന്ന സമയത്ത് ഈ ശ്വാസനാളം ഒന്ന് മുകളിലേക്ക് പോകും. അപ്പോഴേക്കും എപ്പിഗ്ലോട്ടിസ് ഇങ്ങനെ വന്നിട്ട് അങ്ങ് അടച്ചു കൊടുക്കും, അതായത് ശ്വാസനാളത്തെ ഒന്ന് ക്ലോസ് ചെയ്യും. അങ്ങനെ ശ്വാസനാളം ക്ലോസ് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് ആഹാരം എന്ത് ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി നേരെ അന്നനാളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എപ്പിഗ്ലോട്ടിസ് ആണ് ഇവിടുത്തെ ആൻസർ. അതിൻ്റെ ഇമേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഈ PDF നമ്മുടെ VPT പേജ് എന്നുള്ള ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്ന് വായിക്കുക കൂടി വേണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് എന്നാണ് ചോദ്യം. സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ്, നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പഠിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ കരുതിയിട്ട് നിങ്ങൾ ഈ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് പോലും വായിക്കാതെ കൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. ചില ചോദ്യങ്ങളിൽ ഓപ്ഷൻസ് വായിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ സെർവിക്കൽ ക്യാൻസർ നമുക്കറിയില്ല കേട്ടോ, നമുക്ക് അതിനെപ്പറ്റി കേട്ടിട്ട് ഒരു പരിചയമില്ല. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അത് HIV വൈറസ് അല്ലേ, സെർവിക്കൽ ക്യാൻസർ ആകാൻ സാധ്യതയില്ലല്ലോ, അതങ്ങ് മാറ്റി വയ്ക്കുക. ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ആ ഓപ്ഷൻ ഇട്ട ആൾ എന്തായാലും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ക്യാൻസർ എന്നൊക്കെ കേൾക്കുമ്പോൾ ടൊബാക്കോ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ വരുമല്ലോ, അതുകൊണ്ട് അതാകാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമോ എന്നുള്ളതാണ് പുള്ളിയുടെ ചിന്താഗതി. മനസ്സിലാക്കി. ടൊബാക്കോ മൊസൈക്ക് എന്ന് പറയുന്നത് ടൊബാക്കോ ചെടികൾ അഥവാ പുകയില ചെടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗത്തിന് കാരണമാകുന്ന വൈറസാണ്. അപ്പോൾ സസ്യരോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ടൊബാക്കോ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മളങ്ങ് ഒഴിവാക്കുകയാണ്. അടുത്ത ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, നമുക്കറിയില്ല എന്ന് വിചാരിക്കും. അടുത്ത എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അതുമല്ല ആൻസർ. സോ നമുക്ക് ആൻസർ എന്ത് തന്നെ കൊടുക്കാം? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആയിരിക്കും നമ്മുടെ ഇവിടെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. അടുത്ത ചോദ്യം എന്താണ്? അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ്: ന്യൂട്രോഫിൽ, ഒഡൻഡോബ്ലാസ്റ്റുകൾ, ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ, കോൺട്രാസൈറ്റുകൾ എന്നിവയാണ്. ഇതിൽ ആൻസർ വരുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ്. ഈ ഓസ്റ്റിയോബ്ലാസ്റ്റുകളെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ലാസ്റ്റ് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്ന അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ആൻസർ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഓസ്റ്റിയോബ്ലാസ്റ്റിനെ പറ്റി പറയുന്നത്, പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഓസ്റ്റിയോബ്ലാസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ. അതിനകത്ത് കൂടാതെ അവിടെ മറ്റൊരു സാധനം പെരിയോസ്റ്റിയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണമാണത് പെരിയോസ്റ്റിയം. ഇതും ഒരു ചോദ്യം ഈ കഴിഞ്ഞിടയ്ക്ക് ചോദിച്ചിരുന്നു. ആ ചോദ്യം നമുക്ക് പുറകെ കാണാം. അപ്പോൾ ഈ ഒരു സൈഡിലെ കണ്ടന്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം കേട്ടോ. അടുത്ത മനുഷ്യന്റെ പൂർണ്ണകാല ഗർഭത്തിന്റെ അളവ് എത്രയാണ്, അതായത് ഗർഭകാലം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഏകദേശം സിമിലർ ആയിട്ടുള്ള കാലയളവുകൾ പലതുമുണ്ട്, എങ്കിലും കൃത്യമായ ആൻസർ നമ്മൾ കൊടുക്കേണ്ടത് 270 മുതൽ 280 ദിവസം വരെ എന്നുള്ളതാണ്. അതും ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഗർഭധാരണത്തിന് ശേഷം കുഞ്ഞ് ജനിക്കുന്നവരെയുള്ള കാലയളവാണ് ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. ഇത്
മനുഷ്യരിൽ എത്രയാണ് 270 മുതൽ 280 ദിവസം വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച കൃത്യമായിട്ട് ഓരോ മാസവും എന്തൊക്കെയാണ് സംഭവിക്കുക അതെല്ലാം കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു എന്നുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും കാണപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത്, ലിംഫ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ശരിയാണ്. ലിംഫ് രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നു. അതും ശരിയാണ്. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. അതും ശരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ നമുക്കിന്ന് കണ്ടേക്കാം. അതായത് രക്തത്തിൽ നിന്നും രക്തലോമികളിലൂടെ ഊറിയിറങ്ങുന്ന ഒരു ദ്രാവകമാണ് ടിഷ്യൂ ദ്രവം. കോശങ്ങളുടെ ഇടയിലുള്ള കോശാന്തര സ്ഥലത്തിലേക്കാണ് ഈ ഒരു ടിഷ്യൂ ദ്രവം കടക്കുക. അതിനുശേഷം അതിൽ നിന്നും ഊറി ഉണ്ടാകുന്ന ഈ ടിഷ്യൂ ദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമകളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? ലിംഫ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ലിംഫ് എന്ന് പറയുന്നത് ബേസിക്കലി എവിടെ നിന്ന് തന്നെയാണ് വന്നത്? രക്തത്തിൽ നിന്ന് തന്നെയാണ് വന്നത് അല്ലെ. രക്തത്തിൽ നിന്ന് ടിഷ്യൂ ദ്രവമാകുന്നു, ടിഷ്യൂ ദ്രവത്തിൽ നിന്നും ലിംഫ് ആകുന്നു. ഇനി ആ ലിംഫ് ദഹനഫലമായി ഉണ്ടാകുന്ന കൊഴുപ്പിന്റെ ഘടകങ്ങളെ എന്താ പറയുക ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാക്കുന്ന ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ നമ്മുടെ ചെറുകുടലിലെ വില്ലസുകളിൽ വെച്ചിട്ട് വില്ലസുകളിലെ ലാക്ടിയലുകൾ എന്ന് പറയുന്ന ലിംഫ് വ്യവസ്ഥയുടെ ഭാഗത്തേക്കാണ് ആഗിരണം ചെയ്യപ്പെടുക എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കണം. ഇനി ലിംഫ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ലിംഫ്, ലിംഫ് വാഹികൾ, ലിംഫ് നോഡുകൾ, സ്പ്ലീൻ, അസ്ഥി, മജ്ജ, തൈമസ് ഗ്രന്ഥി എന്നിവയാണ്. ഇതിൽ തൈമസ് ഗ്രന്ഥിയിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിംഫ് നോഡുകളിലൊക്കെ വെച്ചിട്ടാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്ന നമ്മുടെ രക്തകോശം നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ലിംഫോസൈറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് ലിംഫോസൈറ്റ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു ശ്വേതരക്താണുവാണല്ലോ. അപ്പോൾ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇത് ലിംഫ് വ്യവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കുക. തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യം, ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുവന്ന രക്താണുക്കൾ എവിടെ ഇല്ല? ലിംഫിൽ ഇല്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയേക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ചുവന്ന രക്തകോശങ്ങളും പ്രോട്ടീനുകളും കാണപ്പെടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന പേശി വ്യവസ്ഥയാണ്. മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്ന അസ്ഥി വ്യവസ്ഥയാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് അല്ലേ. നോക്കുക, ചലനം നടക്കണമെങ്കിൽ പേശികൾ മാത്രം മതിയാവും. ചലനം എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കണമെങ്കിൽ പേശികൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ നാക്കിന് എല്ലുണ്ടോ, അസ്ഥി ഉണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മുടെ നാക്കിലെ പേശികൾ ഉപയോഗിച്ച് നാക്കിന് ചലിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും മനുഷ്യരിലെ ചലനം പൂർണ്ണമായിട്ട് നടക്കണമെങ്കിൽ, കൈയുടെയും കാലിൻ്റെയൊക്കെ ചലനമൊക്കെ എല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ അസ്ഥി വ്യവസ്ഥയുടെ സപ്പോർട്ട് കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ശരിയായ ആൻസർ രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ട് അത് കൃത്യമായിട്ടും നമുക്ക് വ്യക്തമായിട്ട് അങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു. പേശികൾക്കൊപ്പം അസ്ഥികളും ചേർന്ന് പ്രവർത്തിക്കുന്നതിനാലാണ് ശരീരചലനം സാധ്യമാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് ആൻസർ കൊടുക്കാം. രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത, കാൽമുട്ടകളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി എന്നുള്ളതാണ്. അസ്ഥി സന്ധികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ കാണണം. അപ്പോൾ എന്തായാലും ജസ്റ്റ് ആൻസർ മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ്. അസ്ഥി സന്ധികളിൽ കൈമുട്ടുകളിൽ കാണപ്പെടുന്ന, കൈമുട്ടായിക്കോട്ടെ കാൽമുട്ടായിക്കോട്ടെ, ഒരു ദിശയിലേക്ക് മാത്രം ചലിപ്പിക്കാൻ സാധിക്കുന്ന അസ്ഥി സന്ധികളാണവ. അവയിൽ കാണപ്പെടുന്ന വിജാഗിരി സന്ധിയാണ്, ഹിഞ്ച് ജോയിന്റ് ആണ് അല്ലേ. അടുത്ത ചോദ്യം, മനുഷ്യരിലെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ നൽകിയിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. ശരിയാണോ? അതെ, മനുഷ്യർ പ്രായപൂർത്തിയാകുമ്പോൾ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206 അസ്ഥികളാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ചോദിച്ചു കഴിഞ്ഞാൽ 206 അസ്ഥികൾ എന്നുള്ള ശരിയായ പ്രസ്താവനയാണ്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളുണ്ട്. ശരിയല്ലേ? നമ്മുടെ എന്താ പറയുക ശരീരത്തിലെ ഹൃദയം, ശ്വാസകോശം പോലുള്ള ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥി കൊണ്ടുള്ളൊരു ചട്ടക്കൂടാണത് വാരിയൽ എന്ന് പറയുന്നത്. ഈ വശത്തും 12 ഈ വശത്തും 12 അങ്ങനെ 12 ജോഡി വാരിയലുകളാണുള്ളത്. ആ 12 ജോഡി വാരിയലുകൾ വന്നിട്ട് നടുക്കുള്ള മാറലിലേക്കാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്. മാറലുകൾ ഒരെണ്ണമാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മനുഷ്യരിൽ 12 ജോഡി വാരിയലുകളാണുള്ളത്. അടുത്ത, മനുഷ്യരിൽ തലയോട്ടിയിൽ മാത്രം 32 അസ്ഥികളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, തലയിൽ മൊത്തം 29 ആണുള്ളത്. തലയോട്ടിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ 22 അസ്ഥികളാണുള്ളത്, 32 അല്ല. സോ നമുക്ക് ആൻസർ 1, 2 എന്നിവ ശരിയാണെന്ന് കൊടുക്കാം. then അസ്ഥികളുമായി ബന്ധപ്പെട്ട അസ്ഥികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട നമ്മുടെ SCRT പാഠപുസ്തകങ്ങളിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 ചാപ്റ്റേഴ്സിലും 2 ഡിഫറൻറ്റ് വാല്യൂസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കയ്യിലെ അസ്ഥികളുടെ എണ്ണത്തിൽ ഒരു ചാപ്റ്ററിൽ 30 ആണെങ്കിൽ മറ്റു ചാപ്റ്ററിൽ 32 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം നമുക്കൊന്ന് വ്യക്തമായിട്ടും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയേക്കാം. PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കൂടി വെച്ചുകൊണ്ടാണ് നമ്മളത് കൃത്യമായിട്ട് പറയുന്നത്. സോ ഇവിടെ പറയുന്ന വാല്യൂസ് ആയിരിക്കും കൃത്യമായ വാല്യൂ കേട്ടോ.
നമ്മുടെ ശരീരത്തിലെ അസ്ഥികൂടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ 2 കാറ്റഗറി ആയിട്ട് 2 ഭാഗങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കാറുണ്ട്. ഇതിൽ വയലറ്റ് നിറത്തിൽ കാണുന്ന ഒത്ത നടുക്ക് വരുന്ന ഭാഗം, അതായത് തല, നട്ടെല്ല്, പുറകിലുള്ള ഈ നട്ടെല്ല്, വാരിയെല്ല്, മാറല്, ഇത്രയും അസ്ഥികൾ ചേരുന്ന നടുക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ അക്ഷാസ്ഥികൂടം അഥവാ ആക്സിയൽ സ്കെൽറ്റൻ എന്ന് പറയും. സോ തലയോട്, മാറല്, വാരിയെല്ല്, നട്ടെല്ല്, ഇത്രയുമാണ് ഇതിനകത്ത് വരിക. അതിനുശേഷം അതിനെ ചുറ്റി നിൽക്കുന്ന, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ കയ്യ്, കാല്, തോളല്, ഇടുപ്പല്ല് പോലുള്ള ഭാഗങ്ങളെ നമ്മൾ അനുബന്ധ അസ്ഥികൂടം എന്നാണ് വിളിക്കുക. ഓക്കെ, അനുബന്ധ അസ്ഥികൂടത്തിലെ കയ്യ്, കാല്, തോളല്, ഇടുപ്പല്ലാണ് വരിക. പറ്റുമെങ്കിൽ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അക്ഷാസ്ഥികൂടത്തിലെ തല, നട്ടെല്ല്, വാരിയെല്ല്, മാറല്, തല, നട്ടെല്ല്, വാരിയെല്ല്, മാറല്. അനുബന്ധ അസ്ഥികൂടത്തിലെ കൈയുണ്ട്, കാലുണ്ട്, തോളലുണ്ട്, ഇടുപ്പല്ലുണ്ട്. അങ്ങനെ അക്ഷാസ്ഥികൂടത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അവിടെ 80 അസ്ഥികളും അനുബന്ധ അസ്ഥികൂടത്തിലെ മൊത്തം അസ്ഥികൾ എണ്ണിക്കഴിഞ്ഞാൽ അവിടെ 126 അസ്ഥികളാണ് വരിക. അതിൽ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികൾ കയ്യ്, കാല്, തോളല്, ഇടുപ്പിലാണ് നമ്മൾ പറഞ്ഞു. ഒരു കയ്യിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. അതുപോലെ 2 കൈയിലും കൂടി 60 അസ്ഥികളും. ഒരു കാലിലെ അസ്ഥികളുടെ എണ്ണം 30 ആണ്. അതുപോലെ 2 കാലിലും കൂടി 60 അസ്ഥികൾ. ദെൻ തോളലിലെ 4 അസ്ഥികളാണ്. ഇവിടെ 2, ഇവിടെ 2, അങ്ങനെ മൊത്തം 4 അസ്ഥികൾ. ഇടുപ്പല്ലിലെ 2 അസ്ഥികൾ. അങ്ങനെ മൊത്തം 60, 60, 120, 124, 2, 126 അസ്ഥികളാണ് അനുബന്ധ അസ്ഥികൂടത്തിലുള്ളത്. പോയിട്ട് ബാക്കിയുള്ള അസ്ഥികൾ വരുന്നത് എവിടെയാണ്? അക്ഷാസ്ഥികൂടത്തിലാണ്. ഇനി അക്ഷാസ്ഥികൂടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ തലയിലെ അസ്ഥികൾ, ഇതിൽ ട്രിക്കിയാണ്. തലയും തലയോട്ടിയും നമ്മളുടെ വ്യത്യാസം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഒരാൾ മരണപ്പെട്ടിട്ട് അയാളുടെ അസ്ഥികൂടം നമ്മളിങ്ങനെ തലയിൽ പിടിച്ചിങ്ങനെ പൊക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പൊക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ ഈ മുഖത്തുള്ള അസ്ഥികളും പുറകിലുള്ള കപാലം എന്ന് പറയുന്നത്, തലച്ചോറിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഒരു അസ്ഥി നിർമ്മിത പേടകമാണ് കപാലം എന്ന് പറയുന്നത്. അപ്പോൾ കപാലവും മുഖാസ്ഥികളും ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട്, ഒറ്റ സെറ്റായിട്ടായിരിക്കും ഇരിക്കുക. അതിങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഈ കഴുത്തിലുള്ള കുറച്ച് അസ്ഥികളും അതുപോലെ തന്നെ ഹയോയിഡ് എന്ന് പറയുന്ന ഇവിടെ വരുന്നൊരു അസ്ഥിയുണ്ട്, ചെവിയിലെ അസ്ഥികളുണ്ട്. ഇതൊന്നും ബാക്കി ഈ പറയുന്ന യൂണിറ്റുമായിട്ട് കണക്ഷൻ ഇല്ലാണ്ട് നിൽക്കുന്നതാണ്. അതെല്ലാം ഊരി പറഞ്ഞ് താഴത്തേക്ക് പോകും. അപ്പോൾ പോയിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന മുഖാസ്ഥികളും തലയോട്ടിയും കപാലവും ചേർന്ന് വരുന്ന ആ ഒരു യൂണിറ്റിനാണ് നമ്മൾ വിളിക്കുന്നത് തലയോട്ടി എന്ന്. അങ്ങനെ തലയോട്ടിയിലെ മുഖാസ്ഥികളും കപാലവുമാണുള്ളത്. മുഖാസ്ഥിയിൽ 14 അസ്ഥികളും കപാലത്തിൽ 8 അസ്ഥികളുമാണുള്ളത്. അങ്ങനെ മൊത്തം ഈ കപാലത്തിനാണ് നമ്മൾ ക്രേനിയം എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ മുഖാസ്ഥിയിലും കപാലത്തിലും കൂടി മൊത്തം 14ഉം 8ഉം 22 അസ്ഥികളാണുള്ളത്. ആ 22 അസ്ഥികളോടൊപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കഴുത്തിലെ അസ്ഥികളും ഹയോയിഡ് എന്ന് പറയുന്ന ഇവിടെ കാണപ്പെടുന്ന മറ്റ് അസ്ഥികളുമായൊന്നും ബന്ധമില്ലാത്തൊരു അസ്ഥിയും ചെവിയിൽ കാണപ്പെടുന്ന മാലിയസ് ഇൻഗസ് ടേപ്പിസ് എന്നിങ്ങനെ 2 സൈഡും കൂടെ ചേർത്ത് മൊത്തം 6 അസ്ഥികളും. അങ്ങനെ മൊത്തം ചേരുമ്പോൾ തലയിലെ അസ്ഥികളുടെ എണ്ണം എത്രയായിട്ട് മാറും? 29 ആയിട്ട് മാറും. കണ്ടില്ലേ? തലയിൽ 29, തലയോട്ടി 22, ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ചെവിയിൽ 6, ഹയോയിഡ് 1, കഴുത്ത് 7. അങ്ങനെയാണ് തലയിൽ മൊത്തം 29 അസ്ഥികൾ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. അതായത് വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ പുനരാഗീകരണം നടത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ അഥവാ ADH എന്ന് പറയുന്ന ഹോർമോൺ ആണ് അല്ലെ. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്നാണ് അവന് നമ്മൾ പറയുക. അപ്പോൾ ഈ ADH എന്ന് പറയുന്ന ഹോർമോൺ എന്താ ചെയ്യുക? വൃക്കയിൽ പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് വെള്ളത്തെ തിരിച്ചു പിടിക്കും. എപ്പോഴാണ് വെള്ളത്തെ തിരിച്ചു പിടിക്കുന്നത്? വെള്ളം കൂടുതലായിട്ട് ശരീരത്തിൽ നഷ്ടമാകുമ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യം ശരീരത്തിലുള്ളപ്പോൾ, വെള്ളം വിയർപ്പിലൂടെയോ അതുപോലെ മൂത്രത്തിലൂടെയോ ഒക്കെ നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നൊരു പരിപാടി ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് വിയർപ്പിലൂടെയൊക്കെ വെള്ളം കൂടുതലായിട്ട് നഷ്ടപ്പെടുന്നത്? അത് വേനൽക്കാലത്താണ് അല്ലേ. അങ്ങനെയുള്ള വേനൽക്കാലത്ത് ADHന്റെ അളവ് എങ്ങനെ ആയിരിക്കും? ADH കൂടുതലായിട്ട് ഉണ്ടാവില്ലേ? അപ്പോൾ വേനൽക്കാലത്ത് ADHന്റെ അളവ് കൂടുതലായിരിക്കും. കാരണം വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയൊക്കെ വെള്ളം ഒരുപാട് നഷ്ടമാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ, അത്തരത്തിലുള്ള വെള്ളത്തിന്റെ നഷ്ടം കുറച്ചുകൊണ്ട് ശരീരത്തിലേക്ക് വെള്ളത്തെ തിരിച്ചു പിടിക്കാനാണ് ആര് വർക്ക് ചെയ്യുക? ADH വർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും. അടുത്ത മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറവായിരിക്കും. ശരിയാണോ? മഴക്കാലത്തും വേനൽക്കാലത്തും വിയർപ്പിലൂടെയുള്ള ജലനഷ്ടമൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് താരതമ്യേന കൂടുതൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ പോയാലും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ ADH എന്ത് ചെയ്യും? കുറച്ച് പൊക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ ഉൽപ്പാദനം കുറവായിരിക്കും. അടുത്ത വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുന്ന മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീകരണം കുറയും. ശരിയല്ലേ? വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ വാസോപ്രസിന്റെ പണി നടക്കാതെ വരും. വാസോപ്രസിന്റെ പണി എന്താണ്? വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണമാണ്. അത് നടക്കാതെ വരും. ക്ലിയർ അല്ലേ? അങ്ങനെ വാസോപ്രസിന്റെ അളവ് കുറയുന്ന മൂലം വൃക്കയിൽ നിന്നുള്ള ജലത്തിന്റെ നഷ്ടം കൂടുന്ന രോഗാവസ്ഥയാണ് ഇത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന രോഗം എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ കണ്ട് തന്നെ എങ്ങനെയാണ് ഈ പറയുന്ന വാസോപ്രസിൻ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഇമേജും അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. വാസോപ്രസിൻ്റെ അളവ് കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ എന്താണ് ജലത്തിൻ്റെ അളവിൽ എന്താണ് വ്യത്യാസം വരിക എന്നുള്ളതൊക്കെ ഇവിടെ കൃത്യമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
അടുത്തത് സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. പേശീകോശത്തിന് ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു. അപ്പോൾ നെഫ്രോൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെഫ്രോൺ അല്ല, സിനാപ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സിനാപ്സ് എന്ന് പറഞ്ഞാൽ 2 നാഡീകോശങ്ങൾ, 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഈ പറയുന്ന സിനാപ്സ്. അതുകൊണ്ട് തന്നെ നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണപ്പെടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ 1, 3 സ്റ്റേറ്റ്മെന്റുകളാണ് ശരി. ഇനി കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് നാഡീകോശങ്ങൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അവിടെയുള്ള മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റാണ് സിനാപ്സ് എന്ന് പറയുക. ഇത് ജസ്റ്റ് ഒരു ഇമേജ് കാണിച്ചു തന്നേക്കാം. ഇതാ കണ്ടല്ലേ, ഒരു നാഡീകോശത്തിന്റെ എൻഡ്, ഈ ആദ്യത്തെ നാഡീകോശത്തിന്റെ എൻഡ് ഭാഗവും അടുത്ത നാഡീകോശത്തിന്റെ തുടക്ക ഭാഗവും തമ്മിൽ ചേർത്താണ് വരച്ചിരിക്കുന്നത്. ആ കാണുന്ന ഭാഗമാണ് ഇത് സിനാപ്സ് എന്ന് പറയുക. അവിടെ സിനാപ്റ്റിക് വിടവ് എന്ന് പറയുന്ന ഗ്യാപ്പിലേക്ക് ചില രാശീയ പ്രേഷകങ്ങളൊക്കെ ചെന്നിട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഫലമായിട്ട് ഒന്നെങ്കിൽ മെസ്സേജ് ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം, അതായത് ന്യൂറോണിൽ നിന്ന് ന്യൂറോണിലേക്ക്. മറ്റൊന്ന്, ഒരു നാഡീകോശത്തിൽ നിന്നും ആ നാഡീകോശം ചെന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ്, ഇപ്പോൾ ഒരാളുടെ കൈയൊന്ന് അനക്കാനുള്ള മെസ്സേജ് ആണെങ്കിൽ അപ്പോൾ കൈയുമായി ബന്ധപ്പെട്ട പേശികളിലേക്കായിരിക്കും ആ മെസ്സേജ് ഇല്ലുക. അപ്പോൾ നാഡീകോശത്തിൽ നിന്നും പേശീകോശത്തിലേക്കും ആ ഒരു മെസ്സേജ് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ നാഡീകോശം പേശീകോശവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും സിനാപ്സ് യൂസ്ഫുൾ ആകും. ദെൻ മറ്റെന്തെങ്കിലും ഒരു കെമിക്കൽസുമായിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യകതയുമായി ബന്ധപ്പെട്ട മെസ്സേജാണ് കൊടുക്കാനുള്ളതെങ്കിൽ അവിടെയും എന്താവശ്യം വരും? ഈ സിനാപ്സ് ആവശ്യം വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും താഴത്ത് നിൽക്കൂടെ കാണാം, നാഡീകോശവും തമ്മിലോ, നാഡീകോശം പേശീകോശവും തമ്മിലോ, നാഡീകോശവും ഗ്രന്ഥികോശവും തമ്മിലോ ഉള്ള കമ്മ്യൂണിക്കേഷനാണ് എന്ത് വേണ്ടി വരിക? ഈ പറയുന്ന സിനാപ്സ് വേണ്ടി വരിക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അവിടെ നിങ്ങൾ വേറെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. സിനാപ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത്. അതേസമയത്ത് പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റാണിത്. ഇവിടെയാണ് കൃത്യമായിട്ടും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിടക്കുന്നത്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കും പഴയ ടെക്സ്റ്റ് ബുക്കും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. 2 ടെക്സ്റ്റ് ബുക്കും കൂടെ ഒരുമിച്ച് നിങ്ങൾ നോക്കി വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ. അത്തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റുകൾ നമ്മൾ നമ്മുടെ BPTPSC എന്നുള്ള ആപ്പിൽ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്ത കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ അസ്ഥിസന്ധികളെ പറ്റി പഠിപ്പിച്ചതാണ്. നേരത്തെ ഒരു ചോദ്യം വരികയും ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണും ഏതൊക്കെ അസ്ഥിസന്ധികൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ഗോളര സന്ധി എവിടെയുണ്ട്? തോൾ വലയം, ഭുജാസ്ഥി എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ തോൾ വലയും ഭുജാസ്ഥിയും തമ്മിൽ ചേരുന്നത്, അതാണ് ഈ പറയുന്ന തോളൽ എന്ന് പറയുന്നത്. ദെൻ ഇടുപ്പെല്ല്, തുടയെല്ല് തമ്മിൽ ചേരുന്ന ഭാഗത്തുണ്ട്. വിജാഗിരി സന്ധികൾ കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലാണ്. കീലസന്ധി കാണപ്പെടുന്നത് നട്ടെല്ലിന്റെ ആദ്യ കശേരവും തലയുമായിട്ട് ചേരുന്ന ഈ ഭാഗം, കഴുത്തെന്ന് സിമ്പിളായിട്ട് പറയാം. അടുത്ത തെന്നി നീങ്ങുന്ന സന്ധി കൈക്കുഴയിലും കാൽക്കുഴയിലുമാണ്, ഈ പറഞ്ഞ റിസ്റ്റിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു, ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻസ്: ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണം ഇല്ലാതാകുന്നു, അടുത്തത് ശരീര തുലനില പാലിക്കപ്പെടുന്നില്ല, ഹൃദയസ്പന്ദനം നിലയ്ക്കുന്നു, ഓർമ്മയ്ക്ക് തകരാറ് സംഭവിക്കുന്നു. ഐച്ഛിക ചലനത്തിന്റെ നിയന്ത്രണം എന്തുമായി ബന്ധപ്പെട്ടാണ്? ഐച്ഛിക ചലനം സെറിബ്രോവുമായി ബന്ധപ്പെട്ടാണ്. ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന സെറിബെല്ലമാണ്. സോ നമ്മുടെ ആൻസർ അതാണ്. ഹൃദയസ്പന്ദനവുമായി ബന്ധപ്പെട്ട ശാരീരിക അവയവം മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. ഓർമ്മയുമായി ബന്ധപ്പെട്ട ഭാഗം സെറിബ്രമാണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ ശരീര തുലനില പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. സോ സെറിബെല്ലവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമെന്ന് പറഞ്ഞു പോകാം. ബാക്കി പാർട്ടിനെ പറ്റി വേറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. മസ്തിഷ്കത്തിലെ 2ാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിന് പിന്നിലായി താഴെയായിട്ട് കാണപ്പെടുന്നുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില കൈവരിക്കാനും സഹായിക്കുന്നുണ്ട്. ചുളിവുകളും ചാലുകളും ഒക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മദ്യം കഴിക്കുമ്പോൾ ബാധിക്കുന്നത് എവിടെയാണ്? അതും ഈ സെറിബെല്ലത്തെയാണെന്നുള്ള മനസ്സിലാക്കിയേക്കണം. മദ്യപിക്കുമ്പോൾ സെറിബെല്ലത്തെയാണ് ബാധിക്കുക. വേദനാ സംഹാരികൾ ബാധിക്കുന്നത് എവിടെയാണ്? അത് തലാമസിലാണെന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്ന എവിടെയാണെന്നുള്ളതാണ്. അതായത് കോശങ്ങളിൽ നടക്കുന്ന എന്താ പറയുക മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് അവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. അമോണിയ പോലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. അത്തരം വേസ്റ്റ് മെറ്റീരിയൽസിനെ ശരീരത്തിന് ഹാനികരമല്ലാത്ത, അല്ലെങ്കിൽ അമോണിയ പോലെ ഹാനികരമല്ലാത്ത, ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള വീര്യം കുറഞ്ഞ ഒരു വിഷവസ്തുവാക്കി മാറ്റുന്നൊരു പരിപാടിയാണ് നടക്കുന്നത്. അങ്ങനെയാണ് എന്താ പറയുക അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത്. അത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് കരളിൽ വെച്ചാണ് നടക്കുക. ഈ യൂറിയയും പ്രശ്നമാണ്. യൂറിയ നമ്മൾ പിന്നീട് ശരീരത്തിൽ നിന്ന് പുറത്ത് കളയും. എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അമോണിയ യൂറിയയാക്കി മാറ്റും. അത് കരളിൽ വെച്ചാണ് നടക്കുക. അതെങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടെ ചേർത്തുകൊണ്ട്.
കാർബൺ ഡൈ ഓക്സൈഡ് CO2വും ജലവും കൂടെ ചേർത്തുകൊണ്ട്, അമോണിയം കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടി ചേർത്തുകൊണ്ട് കുറച്ച് എൻസൈമുകളുടെ സഹായത്താലാണ് കരൾ എന്ത് ചെയ്യുന്നത്, ആ യൂറിയ നിർമ്മിക്കുന്നത്. എന്നിട്ടത് രക്തത്തിലേക്ക് തിരിച്ചുവിടും. ആ യൂറിയ പിന്നീട് വൃക്കയിൽ പോയിട്ട് ഫിൽറ്റർ ചെയ്യപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് യൂറിനായിട്ട് മൂത്രമായിട്ട് മാറുക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. കരളിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ വസ്തുക്കൾ ഇത് നശിപ്പിക്കുന്നുണ്ട്. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്ന കരളാണ്. പോഷകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയാക്കി മാറ്റുന്നതും കരളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഇനാമലാണ് അല്ലേ. പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള ഭാഗം. പല്ല് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിർജീവമായ കലയാണ് ഏത്? ഇനാമൽ എന്നുള്ള മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ പല്ലിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിൽ പൾപ്പ് ക്യാവിറ്റി, സിമൻറ്റം, ഡെൻറ്റൈൻ പോലുള്ള ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം പ്രീവിയസ്ലി വന്നിട്ടുള്ളതാണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർഡിയോളജി എന്ന് പറയുമ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്തോളുക. ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. എല്ലാവരും കമൻറ്റ് ചെയ്തോളുക. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. എന്നാലും ആൻസർ ഞാനിവിടെ കാണിച്ചേക്കാം. പെരി ഓസ്റ്റിയമാണെന്ത് ഈ പറയുന്ന അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം. അടുത്തത് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്നുള്ള ചോദ്യം. ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്. ഇത്രയുമാണ് ഓപ്ഷൻസ്. ആൻസർ ഗോൾഗി കോംപ്ലക്സ് ആണ് കേട്ടോ. ഗോൾഗി വസ്തുക്കൾ അഥവാ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മുകളിൽ കാണുന്നത്. ഗോൾഗി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു കോശത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്ഥലസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്ന ഈ കോശാംഗങ്ങളാണ്. അത്രയും മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പഴയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന നോക്കി കൃത്യമായിട്ടും 2 ബുള്ളറ്റ് പോയിന്റുകളൊക്കെ ഇട്ട് രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ രാസാഗ്നികൾ, ഹോർമോണുകൾ, ഇപ്പോൾ കെമിക്കൽസ് ഒക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ അതൊക്കെ നിർമ്മിക്കണമെങ്കിൽ അത് ഗ്രന്ഥി കോശങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഗോൾഗി കോംപ്ലക്സ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കണ്ടന്റ് കൃത്യമായിട്ടും പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടില്ല. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെ? രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഗ്ലോബുലിൻ വന്നിട്ടുണ്ട് അല്ലേ. സോ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ രക്തത്തിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. രക്തത്തിൽ 55% വരുന്ന ദ്രാവക ഭാഗമാണ് പ്ലാസ്മ എന്നുള്ളത്. പ്ലാസ്മയിൽ ഒരു നല്ലൊരു ശതമാനം ജലമുണ്ട്. പോയിട്ട് ബാക്കി വരുന്ന ഭാഗത്ത് പ്രോട്ടീനുകളുണ്ട്. അതാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ പോലുള്ള ആളുകൾ. ദെൻ രക്തത്തിൽ ബാക്കി വരുന്ന 45%, പ്ലാസ്മ കഴിഞ്ഞാൽ ബാക്കി വരുന്ന 45% ഭാഗത്ത് RBC, WBC, പ്ലേറ്റ്ലെറ്റ് പോലുള്ള രക്തകോശങ്ങളുമാണെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീനുകളുടെ ഫങ്ഷൻസ് പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വീണ്ടും പഴയ ടെക്സ്റ്റ് ബുക്കാണ് ഇവിടെ ഹീറോ ആകുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിലാണ് കണ്ടന്റ് കൂടുതലുള്ളത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം കണ്ടന്റ് തന്നെ പഴയ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ നോക്കി രക്തത്തിൻ്റെ 55% വരുന്ന ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകമാണ് പ്ലാസ്മ. നിറം അവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രക്തകോശങ്ങൾ പ്ലാസ്മയിലാണ് കാണപ്പെടുന്നത്. ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോളുകൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിലെത്തുന്ന പ്ലാസ്മയിലൂടെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നെ ഈ പറയുന്ന പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകളുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു എന്നൊക്കെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നീറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫംഗ്ഷനും പഠിച്ചു വെച്ചേക്കണം. ആൽബുമിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധമാണ്. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? തന്നിരിക്കുന്നതിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കാനാണ്. മാംസം അഥവാ പ്രോട്ടീൻ്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തത്. ഓപ്ഷൻസ് പ്രോട്ടിയേസ്, ലിപ്പേസ്, പെപ്സിൻ, ട്രിപ്സിൻ. ഇതിൽ ലിപ്പേസ് എന്ന് പറയുന്ന കൊഴുപ്പിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടാണ് ഇത് ലിപ്പേസ്. സോ നമ്മുടെ ആൻസർ ലിപ്പേസ് എന്നുള്ളതാണ്. ബാക്കി എല്ലാം മാംസ്യം അഥവാ പ്രോട്ടീൻ്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ. ദെൻ അമിലേസ് എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അവൻ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ എൻ്റെ കാര്യങ്ങൾ ഈ ഒരു സൈഡിലുണ്ട്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇത് പറയാനാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് അതിന് തന്നെ പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദഹന വ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളും അതിൽ പ്രവർത്തിക്കുന്ന രാസാഗ്നികളും അതിൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഈ ഒരു സൈഡിലുണ്ട്. കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, പല്ലിൻ്റെ ആന്തരഘടന ചുവടെ കൊടുത്തിരിക്കുന്ന ഇതിൽ ശരിയായ ജോഡികളേവ? നമ്മൾ നേരത്തെ ആ സ്ട്രക്ചർ കാണിച്ചതാണ്. കൃത്യമായിട്ടും പല്ലിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട എൻ്റെ കാര്യങ്ങൾ തൊട്ടുമുമ്പ് ഞാനൊരു സൈഡിൽ കാണിച്ചതാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. അവിടെയുള്ള കാര്യങ്ങളെല്ലാം വേർഡ് ബൈ വേർഡ് അതേപടി കൊടുത്തിട്ടുണ്ട്. ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, ശരിയാണോ? അല്ല, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻഡൈൻ ആണ്. ഇനാമൽ നിർജീവമായ കലയാണ് അല്ലേ. അടുത്ത ഡെൻഡൈൻ എന്ന് പറയുന്നത് മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണോ? അല്ല, മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ്. പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം, ശരിയാണോ? അതെ, പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം തന്നെയാണ്, അത് ശരിയാണ്. അതിനടുത്ത സിമന്റം എന്ന് പറയുന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല, അതും ശരിയാണ്. അപ്പൊ ലാസ്റ്റത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. സോ 3, 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി 3, 4 എന്നിവ ശരിയെന്ന് കൊടുക്കാം. സോ നമുക്ക് വീണ്ടും ആ ഒരു ഇമേജ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പല്ലിന്റെ ആന്തരഘടന ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഇനാമല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്, പല്ലിന്റെ പുറം കവചമാണ്, അത് നിർജീവമാണ്. ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ്. പൾപ്പ് ക്യാവിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗമാണ്. പൾപ്പെന്ന മൃദുവായ യോജക കല ഇവിടെ കാണപ്പെടുന്നുണ്ട്. രക്തക്കുഴലുകൾ, നാഡീകോശങ്ങൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങൾ എന്നിവ കാണപ്പെടുന്നു. നേരത്തെ നമ്മുടെ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ആൻസർ ആയിട്ട് പറഞ്ഞ ചോദ്യത്തിൽ ഒഡൻഡോബ്ലാസ്റ്റ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. മനസ്സിലാക്കുക, ഒഡൻഡോബ്ലാസ്റ്റ് എവിടെയാണ്? പല്ലിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഒഡൻഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങൾ പല്ലിലെ പൾപ്പ് ക്യാവിറ്റിയിലാണ് കാണപ്പെടുന്നത്. സിമന്റം പല്ലിനെ മോണയിലെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് സിമന്റമാണെന്ന് മനസ്സിലാക്കുക. കാൽസ്യം അടങ്ങിയ യോജക കലയാണ് ഏത്? സിമന്റം എന്ന് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശ്വസനം, ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. അപ്പൊ ശ്വസനം, ഹൃദയമിടിപ്പ്, രക്തക്കുഴലിന്റെ സങ്കോച വികാസം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ ശരീരത്തിൽ നിയന്ത്രിക്കുന്ന ആരാണ്? അത് മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണ് അല്ലെ. അതുകൊണ്ടാണ് പുറകിലെ മെഡുല്ല ഒബ്ലാങ്കേറ്റയ്ക്ക് ഇട്ട് അടി കിട്ടിക്കഴിഞ്ഞാൽ മരണം വളരെ എളുപ്പം തന്നെ, തൽക്ഷണം തന്നെ ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം. അപ്പോൾ അത് അനൈച്ഛിക പ്രവർത്തനങ്ങളായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവൻ നിയന്ത്രിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. സോ ഈ പറയുന്ന മെഡുല്ല ഒബ്ലാങ്കേറ്റ എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഭാഗത്താണ് വരിക. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലാങ്കേറ്റ, ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ്റെ സ്ട്രക്ചർ എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് വരുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുക. അതിൽ മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ ഫംഗ്ഷൻസ് മാത്രം ഒന്ന് ഓടിച്ച് വായിക്കാം. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും ശരിയായ സെറ്റ് താഴെ പറയുന്നതിൽ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അതെ, കാൽസ്യമാണ്. അതേസമയത്ത് ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അത് ഓക്സിജനാണ്. ഏറ്റവും കൂടുതലുള്ള മൂലകമായ ഓക്സിജൻ അലോഹമല്ലേ. സോ ഏറ്റവും കൂടുതലുള്ള അലോഹം ചോദിച്ചാലും ഏത് തന്നെ? ഓക്സിജൻ തന്നെ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള അലോഹം ചോദിച്ചാലും മൂലകം ചോദിച്ചാലും ഏത് തന്നെ? ഓക്സിജൻ തന്നെ. അപ്പോൾ തന്നിരിക്കുന്നതിൽ കാൽസ്യവും ഓക്സിജനും എന്നുള്ള ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? കട്ട പിടിച്ച രക്തത്തിലെ പ്രോട്ടീൻ ഏത്? രക്തത്തിന്റെ കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശങ്ങളെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു, അത് ഫൈബ്രിനോജൻ ആണ്. ഇനി കട്ട പിടിച്ച രക്തത്തിലെ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഏത് പറയാം? ആൻസർ ഫൈബ്രിൻ ആണ് കേട്ടോ. ഏതാണ്? ഫൈബ്രിൻ ആണ്. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചേക്കാം. മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കരകളും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു. ഇത് രക്തപ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിനാക്കി മാറ്റുന്നു. ത്രോംബിൻ ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിനാക്കി മാറ്റുന്നു. ഫൈബ്രിൻ നാരികൾ ഉണ്ടാക്കുന്ന വല കണ്ണികൾ ചുവന്ന രക്താണുക്കൾ അകപ്പെടുകയും രക്തക്കെട്ട് രൂപം കൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ പുറകിൽ നടക്കുന്ന പ്രോസസ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. രക്തം കട്ട പിടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ത്രോംബോപ്ലാസ്റ്റിൻ, പ്രോത്രോംബിൻ, ത്രോംബിൻ, ഫൈബ്രിനോജൻ, ഫൈബ്രിൻ എന്നിങ്ങനെയുള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ പ്രോട്ടീൻ ഏതാണ്? അത് ഫൈബ്രിനാണ്, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്ന പോഷക ഘടകങ്ങളിൽ ശരീര വളർച്ചയെ പ്രധാനമായിട്ടും സഹായിക്കുന്നു. ശരീര വളർച്ചയുമായി ബന്ധപ്പെട്ട ആഹാര ഘടകം ഏതാണ്? അത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് ഈ പയറുകളിലൊക്കെ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കൊച്ചു കുട്ടികളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ കണ്ടന്റ് പയറൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിനുള്ള കാരണവും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ ആണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് പ്രോട്ടീനെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജ്ജ ഉൽപാദനവും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ്റെ കുറവ് മൂലം ക്വാഷിയോക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ രോഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കോഷിയോക്കർ, മരാസ്മസ് എന്നിവയാണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഏതൊക്കെ ആഹാര ഘടകങ്ങളിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുമെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. പയറ്, പനീർ, അണ്ടിപ്പരിപ്പ് അതുപോലുള്ള ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും, മാംസത്തിൽ നിന്നും, മത്സ്യത്തിൽ നിന്നും, മുട്ടയിൽ നിന്നുമൊക്കെ, പാലിൽ നിന്നുമൊക്കെ ധാരാളം പ്രോട്ടീൻ കിട്ടുമെന്നും കൂടി
ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് പ്രമേഹം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്? പ്രമേഹം ഉണ്ടാകുന്നത് അല്ലെ ഏത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇൻസുലിൻ്റെ അളവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രമേഹം പഠിക്കാറുള്ളത്. പൊതുവെ ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് പ്രമേഹം എന്ന് പറയുന്ന രോഗാവസ്ഥയിലേക്ക് മനുഷ്യരെത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പാൻക്രിയാസ് എന്ന് പറയുന്ന ആഗ്നേയ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടാണ് ഈ രോഗം നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ പാൻക്രിയാസിലെ ആഗ്നേയ ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോൾ ഇൻസുലിൻ ഈ പറയുന്ന ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ കരളിൽ കൊണ്ടുപോയി ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനം ത്വരിതപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ പണി. ഇനി അതേസമയത്ത് സാധാരണ ഗ്ലൂക്കോസിൻ്റെ നില നമുക്കറിയാം 70-100 പഴയ പുസ്തകത്തിലൊക്കെ 110 കിടപ്പുണ്ട്. അപ്പോൾ 70, 110 അല്ലെങ്കിൽ 70, 100 എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇതേ പാൻക്രിയാസിൽ ആൽഫ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും അവർ നേരത്തെ കൊണ്ടുണ്ടാക്കി വെച്ചിരുന്ന അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്തത്, രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? രക്തപ്ലാസ്മയിലെ പ്രോട്ടീനുകൾ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഗ്ലോബുലിനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത, ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. പോഷക ഘടകങ്ങളും അവയുടെ സ്രോതസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. സൂക്രോസ്, കരിമ്പ് ശരിയായിട്ടുള്ള ജോഡിയാണ്. കരിമ്പിൽ കാണപ്പെടുന്ന പഞ്ചസാരയാണ് സൂക്രോസ്. വിറ്റാമിൻ, എണ്ണക്കുരുക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിറ്റാമിൻ, എണ്ണക്കുരുക്കൾ എന്ന് പറയുന്നത് അത്ര കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. വിറ്റാമിനുകൾ കാണപ്പെടുന്ന പല ഡിഫറൻറ്റ് സോഴ്സ് ഓഫ് എന്താ പറയുക സ്രോതസ്സുകൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ. മാംസ്യം, പയറുവർഗ്ഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോട്ടീൻ നമ്മൾ പയറുവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ധാന്യങ്ങൾ, കൊഴുപ്പ് എന്ന് പറയുന്നുണ്ട്. അല്ല, ധാന്യങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, അഥവാ അന്നജമാണെന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ സൂക്രോസ്, കരിമ്പ് എന്നുള്ളതും മാംസ്യം, പയറുവർഗ്ഗങ്ങൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. സോ 1, 3 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ശരിയായിട്ട് പറയാവുന്നത്. സോ അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്നുള്ളതാണ് ചോദ്യം. ഹൈപ്പോതലാമസ്, തലാമസ്, സെറിബ്രം, സെറിബെല്ലം ഒക്കെയാണ് ഓപ്ഷനിൽ. ഇതിൽ ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഹൈപ്പോതലാമസും തലാമസും ഈ രണ്ടാളുകളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഹൈപ്പോതലാമസ് നോക്കാം നമുക്ക്. ശരീര ഊഷ്മാവ്, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, മറ്റ് വികാരങ്ങൾ തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇത് കൂടാതെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് ഗ്രന്ഥികളെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളായിട്ടുള്ള മറ്റ് ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയുക ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നിങ്ങനെ 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ റിലീസ് ചെയ്യുന്ന ആര് തന്നെ? ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ഇനി തലാമസിലേക്ക് വരികയാണെങ്കിൽ മസ്തിഷ്കത്തിന്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഇത് ഈ പറയുന്ന തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന എവിടെയാണ്? തലാമസിലാണ്. അതും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ഫാഗോസൈറ്റ് അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കോശങ്ങളെ വിഴുങ്ങുന്ന, ഫാഗോ എന്ന് വെച്ചാൽ വിഴുങ്ങുക, സൈറ്റ് എന്ന് വെച്ചാൽ കോശം, കോശങ്ങളെ വിഴുങ്ങുക എന്നുള്ളതാണ് ഫാഗോസൈറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോശങ്ങളെ വിഴുങ്ങുക, അതായത് രോഗാണുക്കളെ വിഴുങ്ങിക്കൊണ്ട് രോഗപ്രതിരോധം നടത്തുന്ന രക്തകോശം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിലെ മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ഇസ്നോഫില്, ബേസോഫിലൊക്കെയാണ് നമുക്കുള്ളത്. ആൻസർ ഏതാണ്? മോണോസൈറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി മോണോസൈറ്റ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്തരത്തിൽ ഫാഗോസൈറ്റോസിസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. വെളുത്ത രക്തകോശങ്ങൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസിൽ ഏർപ്പെടുന്ന രക്തകോശങ്ങളാണ് ഫാഗോസൈറ്റുകൾ. വെളുത്ത രക്തകോശങ്ങളായിട്ടുള്ള ന്യൂട്രോഫില്, മോണോസൈറ്റ് എന്നിവയാണ് ഫാഗോസൈറ്റോസിസ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഫാഗോസൈറ്റുകളായിട്ടുള്ള രക്തകോശങ്ങൾ. അപ്പോൾ ന്യൂട്രോഫില്, ഇസ്നോഫില്, ബേസോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ് എന്നിങ്ങനെ 5 തരം രക്തകോശങ്ങളിലാണ് WBCകളായിട്ട് നമുക്കുള്ളത്. അതായത് വെളുത്ത രക്താണുക്കൾ അഥവാ ശ്വേത രക്താണുക്കളുള്ളത്. അതിൽ തന്നെ ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ഫാഗോസൈറ്റോസിസ് കാണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്താണ് ഫാഗോസൈറ്റോസിസ് നടക്കുമ്പോൾ സംഭവിക്കുക എന്നുള്ളതൊക്കെ ഒരു ഇമേജ് ആയിട്ട് അവിടെ അവർ ഒരു ഡയഗ്രാം ഒക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി രക്തകോശങ്ങളുടെ ഫംഗ്ഷൻസ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ന്യൂട്രോഫിലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, രോഗാണുക്കൾക്കെതിരെയുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റിനെ പറഞ്ഞിരിക്കുന്ന അന്യവസ്തുക്കൾ, ബാക്ടീരിയകൾ, മൃതകോശങ്ങൾ എന്നിവയെ വിഴുങ്ങി നശിപ്പിക്കുന്നു, മറ്റ് പ്രതിരോധ കോശങ്ങൾ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റോസിസ് കാണിക്കുന്നുള്ളൂ അവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അല്ലെ, വിഴുങ്ങി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇസ്നോഫിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അലർജി ഉണ്ടാക്കുന്ന രാസവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. അലർജി ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കളെ നിർവീര്യമാകുന്നു. അതുപോലെ തന്നെ പരാതങ്ങളെ നശിപ്പിക്കുന്നു. ഈ പണിയാണ് ആര് ചെയ്യുക? ഈസ്നോഫിൽ ചെയ്യുക. ബേസോഫിലേക്ക് വരുമ്പോൾ അവർ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിനെയും അലർജി ഉണ്ടാകുമ്പോൾ വീക്കത്തിന് കാരണമാകുന്ന ഹിസ്റ്റാമിനെയും
ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹെപ്പാരിനും ഹിസ്റ്റാമിനും ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ബേസോഫിലാണെന്ന് മനസ്സിലാക്കുക. ഇനി രക്തകോശങ്ങളുടെ കൂട്ടത്തിലെ WBCകളുടെ കൂട്ടത്തിലെ ലിംഫോസൈറ്റുകളെ കൂടി പരിചയപ്പെടാറുണ്ട്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിചയപ്പെടും കേട്ടോ. അടുത്തത്, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാകാൻ ആവശ്യമായിട്ടുള്ള സമയം എത്രയാണ്? ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു ടൈം പീരീഡിനാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുക. 0.8 സെക്കൻഡാണ് ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാകാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഒരു കാർഡിയാക് സൈക്കിളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സംഭവിക്കുന്ന എട്രിയം എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ മുകളിലത്തെ അറ ചുരുങ്ങും. അതാണ് എട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുക. അതിനുശേഷം രക്തം എന്ത് ചെയ്യും? താഴത്തെ അറയായിട്ടുള്ള വെൻട്രിക്കിളിലേക്ക് ചെല്ലും. അതിനുശേഷം ആ വെൻട്രിക്കിളാണ് പിന്നീട് ചുരുങ്ങുക. അപ്പോൾ വെൻട്രിക്കിൾ ചുരുങ്ങുന്നതിനെ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയും. ഇത് രണ്ടും നടന്നതിന് ശേഷം ഇത് രണ്ടും ഒരുമിച്ചാണ് എന്ത് ചെയ്യുക? വികസിക്കുക. അപ്പോൾ ആദ്യം മുകളിൽ ചുരുങ്ങുന്നു, പിന്നെ താഴെ ചുരുങ്ങുന്നു, ഒരുമിച്ച് വികസിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് എട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലർ സിസ്റ്റോള്, ദെൻ ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹൃദയസ്പന്ദനത്തിൽ നടക്കുക. ഇതിനെയാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുക. ഇത് നടക്കുന്നതിന് 0.8 സെക്കൻഡാണ് ആവശ്യമായിട്ട് വരിക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികളുടെ എല്ലാം തുടക്കം, ഈ പറയുന്ന ഹൃദയസ്പന്ദനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വലത് എട്രിയത്തിന്റെ ഭിത്തിയിലുള്ള പേസ് മേക്കർ എന്ന് പറയുന്ന SA നോഡിൽ നിന്നാണ് തുടങ്ങുക. അവിടെ നിന്നുള്ള വൈദ്യുത സ്പന്ദനമാണ് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത, രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുക. ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി 9 മുതൽ 11 മില്ലിഗ്രാം വരെ എന്നുള്ളതാണ്. അതും ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രക്തത്തിലെ കാൽസ്യത്തിന്റെ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോർമോണുകളെ പറ്റി പറഞ്ഞുകൊണ്ട് പാരാതെർമോൺ, കാൽസിറ്റോണിൻ പോലുള്ള ഹോർമോണുകളാണ് ഈ പറയുന്ന പ്രോസസ്സ് നടത്തുക. ഇതിൽ പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പാരാതൈറോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയും, നോക്കുക പാരാതെർമോൺ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാം പാരാതെർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന പാരാതൈറോയിഡ് ഗ്രന്ഥിയും, അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോൺ. ഈ രണ്ട് ഹോർമോണുകളും ചേർന്നിട്ടാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി എന്തിനെ ഉൽപ്പാദിപ്പിക്കും? കാൽസിറ്റോണിനെ ഉൽപ്പാദിപ്പിക്കും. അവനാണ് കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുക. അതേസമയത്ത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ത് ചെയ്യും? ഈ പറയുന്ന പാരാതെർമോണിനെ ഉൽപ്പാദിപ്പിക്കും. ആ രീതിയിലാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ഈ പറഞ്ഞ 9 to 11 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നുള്ള ലെവലിൽ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുക എന്നുള്ളത്, ഈ പറയുന്ന കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ അത് എവിടെയൊക്കെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ പറയുന്ന അസ്ഥിയിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്ന കാര്യവും രക്തത്തിലേക്ക് കൊണ്ടുപോയി എന്താ പറയുക രക്തത്തിലേക്കുള്ള ആഗിരണത്തിനുള്ള കുറയ്ക്കുന്ന കാര്യമൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ് കേട്ടോ. അടുത്തത്, മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്തരപാളി ഏത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന അസ്ഥി കൊണ്ടുള്ള പേടകമാണ് കപാലം അല്ലെങ്കിൽ ക്രേനിയം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്തരപാളി ഏതെന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ പെരികാർഡിയമാണ്. പെരികാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്നതാണ്. പ്ലൂറ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ്. മെനിഞ്ചസ് ആണ് നമുക്കിവിടെ തലച്ചോറിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന അല്ലെങ്കിൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമായിട്ട് പറയാവുന്നത്. ഈ കോർട്ടക്സ് മെഡുല എന്നുള്ളതൊക്കെ നമ്മുടെ മസ്തിഷ്കവും അതുപോലെ തന്നെ നമ്മുടെ വൃക്കയും ഒക്കെ പറയുമ്പോൾ, അതായത് ചില അവയവങ്ങളുടെ ഉൾഭാഗത്തെയും പുറം ഭാഗത്തെയും വേർതിരിച്ച് പറയുന്ന വാക്കുകളാണ് കോർട്ടക്സ് മെഡുല എന്നുള്ളതൊക്കെ. അകത്തുള്ള ഉള്ളിലുള്ള ഭാഗത്തെ നമ്മൾ മെഡുല എന്നും പുറമേയുള്ള ഭാഗത്ത് നമ്മൾ കോർട്ടക്സ് എന്നും പറയാറുണ്ട്. ഈ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു 3 പാളികളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത്? മെനിഞ്ചസ് സ്ഥലം എന്നുള്ള മനസ്സിലാക്കുക. ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രാവകമുണ്ട്, അതാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത, ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കൾ താഴെ പറയുന്ന ഏതൊക്കെയാണ്? അതായത് ഫാഗോസൈറ്റോസിസ് കാണിക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് തന്നിരിക്കുന്നവയിൽ? ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് ഫാഗോസൈറ്റോസിസ് കാണിക്കുക. സോ ഓപ്ഷൻസ് 1 ഉം 2 ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് കൊടുക്കാൻ പറ്റുക. അടുത്ത, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ് ചോദ്യം. ഓപ്ഷൻസ് അപസ്മാരം, അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, ബ്രെയിൻ ട്യൂമർ എന്നിവയാണ്. ആൻസർ പാർക്കിൻസൺസ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ബാക്കി രോഗങ്ങളും കൂടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അൾഷിമേഴ്സ് എന്ന് പറയുന്ന ഓർമ്മ നശിച്ചു പോകുന്ന രോഗമാണ്. അപ്പോൾ മസ്തിഷ്കത്തിലെ നാഡീയകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നതാണ് ഈ രോഗം. ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാം. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുന്നു. കൂട്ടുകാരെയും ബന്ധുക്കളെയും പോലും തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണിത്. ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മളെത്തും. പാർക്കിൻസൺസ് എന്ന് പറയുന്ന മസ്തിഷ്കത്തിലെ പ്രത്യേകതരം ഗാംഗ്ലിയോണുകളുടെ നാശമാണ്. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഈ രോഗത്തിന് കാരണം. അതുപോലെ തന്നെ ശരീരത്തുള്ള നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തിൽ വിറയലുണ്ടാകുക,
അതുപോലെ തന്നെ വായിൽ നിന്ന് ഉമിനീരൊഴുകുക എന്നുള്ളതൊക്കെ ഈ രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. അപസ്മാരം എന്ന് പറഞ്ഞാൽ തലച്ചോറ് തുടർച്ചയായിട്ട് ക്രമരഹിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതാണ് അപസ്മാരത്തിന് കാരണം. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുകയൊക്കെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ഒരു കണ്ടന്റ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഉള്ളൂ, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞിട്ടില്ല. സോ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ഒരു കണ്ടന്റ് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അടുത്തതിലേക്ക് പോകാം. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ വിളർച്ച പ്രതിരോധിക്കാൻ, ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്യാൻസർ ഉണ്ടായി കഴിയുമ്പോൾ വിളർച്ച ഉണ്ടാകും അല്ലേ, ആ വിളർച്ചയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ എരിത്രോപോയറ്റിനാണ്. ഈ പറയുന്ന എരിത്രോപോയറ്റിനെ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്കകളാണ്. എരിത്രോപോയറ്റിന് എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ, എരിത്രോപോയറ്റിൻ എന്ന് പറഞ്ഞാൽ എരിത്രോപൊയോസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. എരിത്രോപൊയോസിസ് എന്ന് പറഞ്ഞാൽ എരിത്രോസൈറ്റ് എന്ന് പറയുന്ന രക്തകോശമുണ്ട്. എന്താണ് ഈ എരിത്രോസൈറ്റ്? എരിത്രോ എന്ന വാക്കിൻ്റെ അർത്ഥം റെഡ് എന്നാണ് അല്ല. ആഹാരങ്ങളിൽ ചുവപ്പ് നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ എരിത്രോസിൻ എന്ന് പറയാറുണ്ട്. സോ എരിത്രോ എന്ന വാക്കിൻ്റെ അർത്ഥം റെഡ് എന്നാണ്. എരിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് സെൽ എന്നാണ്. അപ്പോൾ റെഡ് ബ്ലഡ് സെല്ലില്ലേ നമ്മുടെ അരുണ രക്താണുക്കൾ, അപ്പോൾ അരുണ രക്താണുക്കളുടെ നിർമ്മാണ പ്രവർത്തനമാണ് എരിത്രോപൊയോസിസ്. ആ എരിത്രോപൊയോസിസിനെ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഇത് എരിത്രോപോയറ്റിൻ. അപ്പോൾ എരിത്രോപോയറ്റിൻ്റെ പറയുന്ന നമ്മൾ എരിത്രോപോയറ്റിൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് RBCയുടെ ഉൽപ്പാദനം കൂടും. RBC കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വിളർച്ച കുറയും. അപ്പോൾ RBCയുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഇത് എരിത്രോപോയറ്റിൻ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയേക്കുക. അടുത്ത പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? പാൻക്രിയാസിലെ ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുക, അവരെന്താണ് ചെയ്യുക എന്നൊക്കെ നേരത്തെ ഒരു സ്ലൈഡിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഇൻസുലിൻ ആണ് അല്ലേ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ഇൻസുലിൻ ചെയ്യുന്ന പണി. നമുക്ക് അടുത്ത ചോദ്യം, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൻസുലിൻ ആണ് നമുക്കറിയാം. ഇൻസുലിൻ വന്നിട്ടുള്ള വേറെ ഓപ്ഷനുകളൊന്നുമില്ല. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് ഈ പണി ചെയ്യുക കേട്ടോ. ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നിട്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുക. ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുക. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം. ഇത് PSC തുടങ്ങിയ കാലം തൊട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കുക. ഏതാണ്? ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം. തുടയെല്ല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഏത്? തുടയെല്ലെന്ന് പറയുക. ദെൻ വാരിയെല്ലുകളെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ മുഖാസ്ഥികളിൽ അല്ലെങ്കിൽ തലയൊട്ടിയുടെ ഭാഗമായിട്ടുള്ള അസ്ഥികളിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് ഏത്? താടിയെല്ലെന്ന് പറയുക കേട്ടോ. താടിയെല്ലിനെ നമ്മൾ മാൻഡിബിൾ എന്നാണ് വിളിക്കുക. തുടയെല്ലിനെ നമ്മൾ എന്താണ് നമ്മുടെ ഫീമർ എന്നാണ് വിളിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു RBCയുടെ കുറവ് മൂലം അനീമിയ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിന് കാരണം ഹീമോഗ്ലോബിൻ്റെ കുറവ് കൂടാണ് കേട്ടോ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയയാണ് കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതലുള്ള അലോഹം ചോദിച്ചാൽ തന്നെ ഓക്സിജനാണ്. ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഇത് പറയണം, അത് കാൽസ്യമാണ് ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അടുത്ത CRISPR-Cas9 സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. ഈ CRISPR-Cas9 എന്ന് പറയുന്നത് ബേസിക്കലി ജീൻ തെറാപ്പി തന്നെയാണ്. ഓപ്ഷനിൽ അപ്പോൾ ജീൻ തെറാപ്പി ഉണ്ട്. ഈ ജീൻ തെറാപ്പി കൊണ്ട് നമുക്ക് കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തൽ, അതുപോലെ തന്നെ രോഗങ്ങളുടെ ചികിത്സ, അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ. അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ള ആൻസർ നമുക്ക് കൊടുക്കാം. ഈ ഓപ്ഷൻ സിയുടെ ഘോര ചികിത്സ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് രോഗചികിത്സയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഈ പറയുന്ന ജീൻ തെറാപ്പിയിലൂടെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ രീതിയിലുള്ള ചികിത്സകളും കാർഷിക വിളകളുടെ മെച്ചപ്പെടുത്തലും ഒക്കെ നമുക്ക് സാധ്യമാകും എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് ഈ പറയുന്ന CRISPR-Cas9 എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാനൊന്ന് വായിച്ചേക്കാം. പഴയ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ കണ്ടന്റ് ഉള്ളത്. ഒരു ഉപന്യാസം തയ്യാറാക്കിയതിനു ശേഷം അത് വെട്ടിത്തിരുത്തി കൂടുതൽ നന്നാക്കുന്നത് പോലെ ജീവികളുടെ ജനിതക ഘടനയിലെ ജീനുകളെ എഡിറ്റ് ചെയ്യാൻ ഇന്ന് ജനിതക എഞ്ചിനീയറിംഗിലൂടെ കഴിയും. ജനിതക എഞ്ചിനീയറിംഗിലെ ഏറ്റവും ആധുനികമായ തലമാണ് ജനിതക എഡിറ്റിംഗ്. അതിനായി ഉപയോഗിക്കുന്ന ഏറ്റവും കാര്യക്ഷമമായ ജനിതക കത്രികയാണ് CRISPR-Cas9. അപ്പോൾ CRISPR-Cas9 എന്ന് പറയുന്നത് ഒരു ജനറ്റിക് സിസറാണ്, ജനിതക കത്രികയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലെ Cas9 എന്ന എൻസൈമും ഒരു ഗൈഡഡ് RNAയും gRNA എന്നൊക്കെ നമ്മൾ വിളിക്കും അടങ്ങിയിരിക്കുന്നു. ജീൻ എഡിറ്റിംഗിൽ ആഗോള വ്യാപകമായ ഗവേഷണങ്ങൾ സജീവമാണ്. ജീൻ എഡിറ്റിംഗ് നടത്തിയ ഇരട്ടക്കുട്ടികൾ ചൈനയിൽ ജനിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നു. HIV-യെ പ്രതിരോധിക്കാനുള്ള ശേഷി ഈ കുട്ടികളിൽ ജീൻ എഡിറ്റിംഗിലൂടെ നേടിയതായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ജീൻ തെറാപ്പിയുടെ അനന്ത സാധ്യതകളിലേക്കാണ് ഈ സാങ്കേതിക വിദ്യ വാതിൽ തുറക്കുന്നത്. എന്നാൽ ഇത് ഒട്ടേറെ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക, CRISPR-Cas9 എന്ന് പറയുന്ന ഒരു ജനിതക കത്രികയാണ് എന്നുള്ളതും
അതുവഴി ഒരുപാട് എന്താ പറയുക ജനിതക മോഡിഫിക്കേഷനുകൾ നമുക്ക് വരുത്താൻ സാധിക്കുക എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. സെറിബ്രം മനുഷ്യന്റെ തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ശരിയാണോ? അതെ, സെറിബ്രം തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗം തന്നെയാണ്. ഹൃദയമെടുപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സെറിബ്രമാണോ? അല്ല, സെറിബ്രം അല്ല, അത് മെഡുലയാണ്. അടുത്തത് അതായത് ഈ പറയുന്ന ഹൃദയമിടിപ്പ്, ശ്വസനം, രക്തസമ്മർദ്ദം ഒക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണല്ലോ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുലയാണ്. അടുത്ത ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ കാക്കാൻ സഹായിക്കുന്നത് അഥവാ തുലനാവസ്ഥയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അത് സെറിബെല്ലമാണ്, സെറിബ്രം അല്ല. അടുത്തത് ചിന്തനം, ഓർമ്മ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ, ഭാഷ, തീരുമാനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ശരിയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളും ഓർമ്മയും ബുദ്ധിയും ചിന്തയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെറിബ്രമാണ്. സോ നമുക്ക് ഓപ്ഷൻസ് 1ഉം 4ഉം ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓപ്ഷൻ 1ഉം 4ഉം ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ 1, 4 എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനുമുമ്പ് സെറിബ്രത്തെ പറ്റി ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് വായിച്ചേക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം, ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല എന്നും അറിയപ്പെടുന്നു. പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഐച്ഛിക ചലനം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ്. വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ലഭ്യമാകുന്നതൊക്കെ എവിടെയാണ്? സെറിബ്രത്തിലാണെന്ന് മനസ്സിലാക്കിയേക്കാം. അടുത്ത ചോദ്യം, പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണെന്നുള്ളതാണ്. അത് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പൊ ശരീര തുലനില, പേശി പ്രവർത്തനം ഇതൊക്കെ ആരാണ്? സെറിബെല്ലമാണ് അല്ലെ, സെറിബെല്ലമാണ്. നേരത്തെ നമ്മൾ സെറിബെല്ലത്തെ പറ്റി പറഞ്ഞിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അടുത്ത AB നെഗറ്റീവ് രക്തഗ്രൂപ്പുള്ള വ്യക്തിയെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി രക്തം നൽകേണ്ടി വരികയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാവുന്ന രക്തഗ്രൂപ്പുകൾ ഏത്? രക്തഗ്രൂപ്പുകളെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഈ ഒരു ചോദ്യത്തെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ചെയ്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതങ്ങ് കാണുക, ക്ലിയർ ആവും. ഇപ്പം ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് ഓടിച്ചെന്ന് പറയാം. വ്യക്തമാകുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ AB നെഗറ്റീവ് രക്തഗ്രൂപ്പാണുള്ളത്. അപ്പോൾ A എന്ന് പറയുന്ന ആൻറ്റിജനും B എന്ന് പറയുന്ന ആൻറ്റിജനും ആ രക്തത്തിലുണ്ടല്ലേ. അപ്പോൾ Aയും Bയെയും അവന് പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റിബോഡി Aയോ ആൻറ്റിബോഡി Bയോ അവൻ്റെ രക്തത്തിൽ ഉണ്ടാവില്ല. അതായത് Aക്കെതിരെയുള്ള ആൻറ്റിബോഡിയോ Bക്കെതിരെയുള്ള ആൻറ്റിബോഡിയോ അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ദെൻ മൈനസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ RH ഫാക്ടർ അവൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് അർത്ഥം. RH ഫാക്ടർ ഇല്ല എങ്കിൽ RH ഫാക്ടർ വന്നാൽ പ്രശ്നമാകും. അതായത് പോസിറ്റീവ് വരാൻ പാടില്ല. A വരാം, B വരാം, പോസിറ്റീവ് വരരുത്. ഇപ്പം A വന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് A വന്നാൽ ഓക്കെ ആണ്. Aയുടെ പോസിറ്റീവ് വരാൻ പാടില്ല. സോ A നെഗറ്റീവേ വരാൻ പാടുള്ളൂ. B വരാം, കുഴപ്പമില്ല. Bയുടെ പോസിറ്റീവ് വരരുത്, Bയുടെ നെഗറ്റീവ് വന്നോട്ടെ. അപ്പോൾ A നെഗറ്റീവ്, B നെഗറ്റീവ് ഓക്കെയാണ്. AB നെഗറ്റീവ് ഓക്കെയാണ്. പിന്നെ O നെഗറ്റീവും ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ A നെഗറ്റീവ്, B നെഗറ്റീവ്, AB നെഗറ്റീവ് ഒക്കെയാണ് ഏറ്റവും ഒത്തു വരിക. സോ രക്തഗ്രൂപ്പുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. PDF നിങ്ങൾക്ക് തരും. PDF വായിച്ച് നോക്കുക. ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കണ്ടുപോകുക. ഓക്കെ. അടുത്തത് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? അത് രക്തഗ്രൂപ്പ് O ആണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് അല്ലേ. സ്വീകർത്താവ് ആരാണ്? അത് AB ഗ്രൂപ്പാണ് സ്വീകർത്താവായിട്ട് വരിക. അടുത്തേക്ക് പോകാം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ്? നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഏതാണ്? ഇൻസുലിൻ ആണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത്. അടുത്ത ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏതെന്നാണ് ചോദ്യം. നമ്മുടെ ശ്വാസകോശത്തിന്റെ താഴത്ത് കാണപ്പെടുന്ന ശരീരത്തെ ഉദരാശയമെന്നും ഔരസാശയമെന്നും വേർതിരിക്കുന്ന ഒരു പേശിയുണ്ട്. അതിന്റെ പേരാണത് ഡയഫ്രം അല്ലേ. അപ്പോൾ ഡയഫ്രം ആണ് ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡയഫ്രവും അതുപോലെ തന്നെ വാരിയലുകളും ഒക്കെ ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ സഹായിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉച്ഛ്വാസം നടക്കുന്ന സമയത്ത്, വായു അകത്തേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് നമ്മുടെ ശ്വാസകോശമുള്ള ഭാഗത്ത് സ്പേസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതിന് വേണ്ടിയിട്ട് ഡയഫ്രം താഴത്തേക്ക് പോകും, വാരിയലുകൾ മുകളിലേക്ക് വരും. അങ്ങനെ ഇവിടെ ഈ പറയുന്ന ഏരിയ എന്നുള്ള വാക്ക് ശരിയല്ല, വ്യാപ്തം കുറച്ച് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്റർകോസ്റ്റൽ പേശികൾ അഥവാ വാരിയലുകൾക്കിടയിലുള്ള പേശികൾ സങ്കോചിക്കുന്നുണ്ട്. വാരിയലുകൾക്കിടയിലുള്ള പേശികൾ സങ്കോചിക്കുന്നുണ്ട്. ദെൻ വാരിയലുകൾ ഉയരുന്നുണ്ട്, ഡയഫ്രവും സങ്കോചിക്കുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിശ്വാസം സംഭവിക്കുന്നത്. നിശ്വാസം നടക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഇന്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതി പ്രാപിക്കും. ദെൻ വാരിയലുകൾ താഴുന്നുണ്ട്, ഡയഫ്രം എന്ത് ചെയ്യും? പൂർവ്വസ്ഥിതി പ്രാപിച്ച് മുകളിലേക്ക് വരും. അപ്പോൾ അത്രയും നടക്കുമ്പോൾ ഇവിടെയുള്ള വ്യാപ്തം കുറയും. അങ്ങനെ ഇവിടെ മർദ്ദം കൂടും. മർദ്ദം കൂടുമ്പോൾ എയർ പുറത്തേക്ക് വരും. ഓക്കെ. അടുത്ത ചോദ്യം, ഈ ഒരു ടോപ്പിക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ കാണാം. നമ്മൾ ആപ്പിൽ ചെയ്ത ഒരു വീഡിയോ ആണ്. അത് അതേപടി നമ്മൾ യൂട്യൂബിനും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കോശങ്ങളിൽ കാണപ്പെടുന്നതും കോശത്തിന് ആവശ്യമായ ഊർജ്ജം ATPയുടെ രൂപത്തിൽ നിർമ്മിക്കുന്നതുമായ കോശ ഘടകം ഏതാണ്?
അപ്പോൾ ഊർജ്ജം നിർമ്മിക്കുന്ന കോശത്തിലെ ഊർജ്ജ നിർമ്മാണം ആരാണ്? അത് നമ്മുടെ മൈറ്റോകോൺട്രിയയാണ് കോശത്തിൽ ഊർജ്ജം നിർമ്മിക്കുക. പവർ ഹൗസ് ഓഫ് എ സെൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? മൈറ്റോകോൺട്രിയയാണ്. ഇതിന്റെ മൈറ്റോകോൺട്രിയയുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കിയേ. മൈറ്റോകോൺട്രിയയെ പറ്റി പഴയ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കോശത്തിലെ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നു. ഊർജ്ജ ആവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിലെ കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഊർജ്ജം കൂടുതലുള്ള കരള്, തലച്ചോറ്, പേശികൾ എന്നിവിടങ്ങളിൽ ആര് കാണപ്പെടുന്നു കൂടുതലായിട്ട്? ആ മൈറ്റോകോൺട്രിയ കോശങ്ങളെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇത് പുതിയ പുസ്തകത്തിലില്ല. പുതിയ പുസ്തകത്തിൽ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. കോശത്തിലെ ഊർജ്ജോത്പാദന കേന്ദ്രം ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജ്ജത്തെ സംഭരിച്ച് വെക്കുക, അതുപോലെ തന്നെ ആവശ്യാനുസരണം വിതരണം ചെയ്യുക എന്നിവ ആരുടെ പണിയാണ്? മൈറ്റോകോൺട്രിയയുടെ പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഴയ ടെക്സ്റ്റിലും പുതിയ ടെക്സ്റ്റിലും ചില കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, ചില കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പഠിച്ചാലേ കണ്ടന്റ് പൂർത്തിയാവത്തുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത കുറച്ച് ഡിഗ്രി ലെവൽ എക്സാമുകളിലെ ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾ നമ്മുടെ 10th ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ടഫായിട്ടുള്ള ചോദ്യമല്ല, ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ, ആരും പോകണ്ട. ഇതിനുശേഷം കുറച്ച് മലയാളം ചോദ്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. വിച്ച് എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ്സ് ഹോർമോൺ കാൽസിറ്റോണിൻ? കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്ന ആരാണെന്നാണ് ചോദ്യം. നമുക്കറിയാം കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ്. അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നേരത്തെ നമ്മളത് പറഞ്ഞു അല്ലേ, തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തൈറോക്സിനും കാൽസിറ്റോണിനുമാണ്. സോനോഫൈഡ് അകത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് ഇത് തൈറോയ്ഡ് ഗ്രന്ഥി. അതിൽ തൈറോക്സിൻ എന്താ ചെയ്യുന്നത്? തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ മെറ്റബോളിസത്തെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നുണ്ട്. നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നുണ്ട്. ഹൃദയം, ത്വക്ക്, പ്രത്യുൽപാദന വ്യവസ്ഥയിൽ ആരോഗ്യം നിലനിർത്തുന്നുണ്ട്. കാൽസിറ്റോണിനാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതെന്നും ഒന്ന് പഠിച്ചേക്കുക. അടുത്തത് ലാർജസ്റ്റ് സെൽ എമംഗ് വൈറ്റ് ബ്ലഡ് സെൽ, അതായത് രക്തകോശങ്ങളിലെ വൈറ്റ് ബ്ലഡ് സെൽ അഥവാ ശ്വേത രക്താണുക്കളിലെ ഏറ്റവും വലിയ സെൽ ഏതാണെന്നാണ് ചോദ്യം. ശ്വേത രക്താണുക്കളിലെ ഏറ്റവും വലിയ ഏതാണ്? അത് മോണോസൈറ്റ് എന്നാണ് കേട്ടോ. മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ ശ്വേത രക്താണു. അതേസമയത്ത് ലിംഫോസൈറ്റ് ആണ് ഏറ്റവും ചെറിയ ശ്വേത രക്താണു എന്നും മനസ്സിലാക്കി വെച്ചേക്കണം. അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ സെൽസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ പ്രൊജസ്ട്രോൺ ആണ്. ഈ തന്നിരിക്കുന്നതിൽ പ്രൊജസ്ട്രോൺ ആണ്. അതിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഓവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഓവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദെൻ LH എന്ന് പറയുന്നത് ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്. അതുപോലെ തന്നെ FSH എന്ന് പറയുന്നത് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഇതിന്റെ രണ്ടിനെയും ഉൽപ്പാദിപ്പിക്കുന്ന പീയൂഷ ഗ്രന്ഥിയാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കാം. +2 ടെക്സ്റ്റ് ബുക്കിലെ കാര്യമാണ്. ഇതിൽ ലാസ്റ്റ് വരുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ കാണാം, അണ്ടോത്സർജ്ജത്തിന് ശേഷം പൊട്ടുന്ന പുടകങ്ങൾ കോർപ്പസ് ലൂട്ടിയം ആവുകയും പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് +2 ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. സോ ബാക്കിയുള്ള പോർഷൻ ഇവിടെ കിടപ്പുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേക്കണം കേട്ടോ. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്ന 2 വിഭാഗത്തിൽപ്പെട്ട സ്റ്റിറോയിഡ് ഹോർമോണുകളും അണ്ടാശയം അല്ലെങ്കിൽ ഓവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പാർട്സ് ഓഫ് ബ്രെയിൻ സ്റ്റെം ആർ. ബ്രെയിൻ സ്റ്റെമ്മിന്റെ, അതായത് നമ്മൾ നേരത്തെ ഒരു ഇമേജ് കാണിച്ചിരുന്നു ബ്രെയിൻ സ്റ്റെം എന്താണെന്നുള്ളത്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല എന്നിവയാണ്. അതിനെപ്പറ്റി നമ്മുടെ സെറിബ്രോവുമായി ബന്ധപ്പെട്ട എൻ്റെ കാര്യങ്ങൾ നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിലേറ്റവും താഴത്തത് ഇവിടെ സെറിബ്രത്തിന്റെ ഏറ്റവും താഴത്ത് വരുന്ന ഭാഗം അതാണ് മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലാങ്കറ്റ. മിഡ് ബ്രെയിൻ കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. കണ്ണുകൾ, പുരുകങ്ങൾ എന്നിവയുടെ ചലനത്തിന് പിന്നിൽ മിഡ് ബ്രെയിൻ പങ്കുണ്ട്. പോൺസിലേക്ക് വരുമ്പോൾ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പോൺസാണ്. ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുന്നവരാണ് പോൺസ് ആണ്. ഓക്കെ, മെഡുല ഒബ്ലാങ്കറ്റയെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? മെഡുല ഒബ്ലാങ്കറ്റ ആണ്. അടുത്ത ചോദ്യം, ദ ബേസ് പ്രസന്റ് ഇൻ DNA ബട്ട് ആബ്സെന്റ് ഇൻ RNA. അതായത് നൈട്രജൻ ബേസുകളുടെ DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമായിട്ടുള്ള നൈട്രജൻ ബേസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് അഡിനിൻ, ഗുവാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആണ്. RNA-യിലും DNA-യിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DNA-യിലുള്ളത് അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ എന്നിവയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ RNA-യിലേക്ക് പോകുമ്പോൾ വ്യത്യാസം വരുന്നത് ഇതിൽ തൈമിൻ മാറിയിട്ട് യുറാസിലാവും. RNA-യിൽ യുറാസിൻ ആണുള്ളത്, തൈമിൻ ഇല്ല. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? DNA-യിൽ ഉള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. DNA-യിൽ ഉള്ളത് തൈമിൻ ആണ്. സോ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന DNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ RNA-യിലുള്ളത് ഈ പറയുന്ന ഏതാണ്? അഡിനിൻ, ഗുവാനിൻ, യുറാസിൽ, സൈറ്റോസിൻ ആണെന്നും ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അടുത്ത ന്യൂക്ലിയോടൈഡ്സ് ആർ കമ്പോസ്ഡ് ഓഫ്, അതായത് ന്യൂക്ലിയോടൈഡുകൾ RNA ആയിക്കോട്ടെ DNA ആയിക്കോട്ടെ അവയിലുള്ള ന്യൂക്ലിയോടൈഡുകൾ എന്തൊക്കെ ആണ് ന്യൂക്ലിയോടൈഡുകളിൽ അടങ്ങിയിരിക്കുന്നത്, ന്യൂക്ലിയോടൈഡുകൾ നിർമ്മിക്കപ്പെട്ടുള്ളത് എന്തെല്ലാം ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നതിൽ പെൻറ്റോസ് ഷുഗർ, എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഓപ്ഷൻ എ തന്നെയാണുള്ളത് കേട്ടോ. ഓപ്ഷൻ എ തന്നെയാണ് നല്ലത്. ഓപ്ഷൻ എ തന്നെയാണ് ശരി. ഒരു ഷുഗർ മോളിക്യൂൾ ഉണ്ടാവും. ഇപ്പോൾ DNA ആണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗറും RNA ആണെങ്കിൽ റൈബോസ് ഷുഗറും ആയിരിക്കും ഉണ്ടാകുക. ദെൻ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ദെൻ എന്തുണ്ടാവും, ഒരു നൈട്രജൻ ബേസും അവിടെ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഈ കാണുന്നതാണ് ന്യൂക്ലിയോടൈഡുകൾ. DNAയുടെയും RNAയുടെയും ഒക്കെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണിത്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. ഇവിടെ നമ്മുടെ ഈ ചോദ്യത്തിൽ പെൻറ്റോസ് ഷുഗർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പെൻറ്റോസ് ഷുഗർ എന്ന് പറയാൻ കാര്യം 5 എന്താ പറയുക, അപ്പോൾ 5 കാർബണുകൾ ഉള്ളതുകൊണ്ടാണ് അതിനെ പെൻറ്റോസ് ഷുഗർ എന്ന് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഇമേജ് കണ്ടാൽ നീലക്കടലിൽ കാണുന്ന ആ ഒരു എന്താ പറയുക പഞ്ചഭുജ ആകൃതിയിലാണല്ലോ, 5 കോർണറുകളുണ്ട്. ആ കോർണറുകളിലെല്ലാം കാർബൺ ആറ്റങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് അതിനെ പെൻറ്റോസ് ഷുഗർ എന്ന് വിളിക്കുക കേട്ടോ. then അത് കൂടാതെ കൊണ്ട് നൈട്രജൻ ബേസും ഫോസ്ഫേറ്റുമാണ് DNA-യുടെയും RNA-യുടെ ഒക്കെ നിർമ്മാണ ഘടകമായിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളിലുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത വിച്ച് among the following is a ball and socket joint? ബോൾ ആൻഡ് സോക്കറ്റ് ടൈപ്പ് ജോയിന്റ് അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മൾ മലയാളത്തിൽ എന്തായിരുന്നു പറയുക? മലയാളത്തിൽ അത് തന്നെ പറയുന്നു തോന്നുന്നല്ല, ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഗോളരസന്ധി അല്ലേ, മലയാളത്തിൽ ഗോളരസന്ധി എന്നാണ് പറയുക. അതിന് ഉദാഹരണം എന്നാണ് ചോദ്യം. ഇതിൽ ഷോൾഡർ ജോയിന്റും ഹിപ്പ് ജോയിന്റുമാണ് എന്ത് ഈ പറയുന്ന ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് വരുന്നത്. ഈ തോളെല്ലും ഇടുപ്പെല്ലുമാണ് അതിൽ എക്സാമ്പിൾ ആയിട്ട് വരിക. സോ ഓപ്ഷൻസ് 3ഉം 4ഉം ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് സ്മോളസ്റ്റ് ബോൺ ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യരുടെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ചെവിയിലുള്ള മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്ന അസ്ഥികളിൽ സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. അടുത്തത് മേജർ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എരിത്രോപോയറ്റിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എരിത്രോപോയറ്റിന്റെ നിർമ്മാണം നടക്കുന്ന എവിടെയാണ്? കിഡ്നിയിലാണ്, വൃക്കയിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്തത് വിച്ച് സെൽ ഓഫ് ബ്ലഡ് ആർ സ്പെഷ്യലി ഇൻഫെക്റ്റഡ് ബൈ HIV? HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഏത് രക്തകോശത്തെയാണ് അറ്റാക്ക് ചെയ്യുക എന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? ആൻസർ ലിംഫോസൈറ്റ് ആണ്. ഈ ലിംഫോസൈറ്റുകൾ പലതരം ഉണ്ട്. അതിൽ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ CD4 ലിംഫോസൈറ്റ് ആണ് കേട്ടോ. CD4 ആണ് ആൻസർ. ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. CD4 ആണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. PDF കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യും. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡി സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ഹോർമോൺ പ്രൊഡക്ഷൻ? അതായത് ഹോർമോണുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശാരീരിക വ്യവസ്ഥ ഏതാണ്? അതായത് അവയവ വ്യവസ്ഥ ഏതെന്നാണ് ചോദ്യം. ആൻസർ എൻഡോക്രൈൻ സിസ്റ്റം എന്നുള്ളതാണ് അല്ലെ, അന്തസ്രാവി വ്യവസ്ഥ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് എ ബിഗ്ഗസ്റ്റ് ഓർഗൻ ഓഫ് ഹ്യൂമൻ ബോഡി? മനുഷ്യത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? സ്കിൻ ആണ്, ത്വക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ട്രൂ അബൌട്ട് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഉൽപരിവർത്തനം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ശരിയായത് എന്നാണ് ചോദ്യം. ഉൽപരിവർത്തനം എന്ന് പറയുന്നത് DNA-യിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. പക്ഷെ അത് താൽക്കാലികമല്ല, അത് ജനറേഷനുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് എന്നാണ് പറയുക. അതായത് പെട്ടെന്നുണ്ടാകുന്നതും പിന്നീട് അത് പാരമ്പര്യമായി മാറുന്നതുമായിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഉൽപരിവർത്തനം അഥവാ മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് കൊടുക്കുന്നത് പെർമനന്റ് ചേഞ്ച് ഇൻ DNA. സഡൻ ആയിട്ടുണ്ടാകുന്നു, പെട്ടെന്നുണ്ടാകുന്നു, പെർമനന്റ് ആയതുമായിട്ടുള്ള ചേഞ്ച് ആണ് എന്ത് പറയുക? മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുക. സോ അതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ നോക്കിയേ, ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മാറ്റങ്ങളാണ് എന്ത് ഈ പറയുന്ന മ്യൂട്ടേഷൻ എന്ന് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, DNA-യുടെ ഇരട്ടിക്കൽ മൂലം ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം. മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാക്കുന്നു. ഈ ജീനുകളിൽ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു. ജീവി പരിണാമത്തിൽ മ്യൂട്ടേഷന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്തത്, ദ ആന്റിബോഡി പ്രസന്റ് ഇൻ സെറം ഓഫ് AB ബ്ലഡ് ഗ്രൂപ്പ്. AB ബ്ലഡ് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ആന്റിബോഡി ഏതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ A എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്, B എന്ന് പറയുന്ന ആന്റിജൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് A എന്ന് പറയുന്ന ആന്റിജനെയോ B എന്ന് പറയുന്ന ആന്റിജനെയോ എതിർക്കേണ്ട കാര്യമില്ല. A എതിർക്കാനാണ് A എന്ന് പറയുന്ന ആന്റിബോഡി ഉള്ളത്, B എതിർക്കാനാണ് B എന്ന് പറയുന്ന ആന്റിബോഡി ഉള്ളത്. പക്ഷേ ABക്ക് രണ്ടുപേരെയും അറിയാം, രണ്ടുപേരെയും എതിർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് Aയും ഉണ്ടാവില്ല, Bയും ഉണ്ടാവില്ല. ആന്റിബോഡികൾ Aയും ഇല്ല, Bയും ഇല്ല. സോ നോ, അതായത് ഈ പറയുന്ന നോ ആന്റി A ഓർ ആന്റി B എന്നുള്ളതാണ്. അത് ആന്റിബോഡി Aയും ഇല്ല, ആന്റിബോഡി Bയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, ABO ബ്ലഡ് ഗ്രൂപ്പ് ജീൻ ലോക്കസ് ഈസ് ഇൻ ക്രോമസോം നമ്പർ. അതായത് ഏത് ക്രോമസോമിലാണ് ABO എന്നൊക്കെ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾക്ക്
അല്ലെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പിലെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉള്ളതെന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ക്രോമസോം നമ്പർ 9 മനസ്സിലാക്കുക കേട്ടോ. ക്രോമസോം നമ്പർ 9 മനസ്സിലാക്കി വെച്ചേക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ ക്രോമസോം നമ്പർ 9 9q34.2 എന്നൊക്കെ പറയുന്നതാണ്. ഒന്ന് വായിച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും ആ ലൊക്കേഷൻ വേണം, പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്പർ 9 ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ദെൻ മനുഷ്യ ശരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തി ഏതാണ്? ഡയഫ്രം ആണ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത ചോദ്യം, പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ കഴിയുന്ന നിർമ്മിത ബുദ്ധി ഏതെന്നുള്ളതാണ്. നിർമ്മിത ബുദ്ധി ടൂൾ ഏതെന്നുള്ളതാണ്. ആൻസർ വരുന്നത് ആൽഫ ഫോൾഡ് എന്നുള്ളതാണ്. പ്രോട്ടീനുകളുടെ ത്രിമാന ഘടനയുമായി ബന്ധപ്പെട്ടത് ആൽഫ ഫോൾഡ് ആണ്. ഗൂഗിളിൻ്റെ തന്നെ ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്, അതിൻ്റെ കീഴിൽ വരുന്നതാണ് ആൽഫ ഫോൾഡ്. അപ്പോൾ രണ്ടും ശരിയായിട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും ആൽഫ ഫോൾഡ് അതിനുവേണ്ടി മാത്രമുള്ളതാണ്. പ്രോട്ടീനുകളുടെ 3D സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ് ഏത് ഈ പറയുന്ന ആൽഫ ഫോൾഡ് എന്നുള്ളത്. ഡീപ്പ് മൈൻഡിൻ്റെ കീഴിലാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ കീഴിലുള്ള ഡീപ്പ് മൈൻഡിൻ്റെ കീഴിലാണ് ഏത് ആൽഫ ഫോൾഡ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോ ലോഡിംഗ് ആണ്. എക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോഴേക്കും ഈ വീഡിയോയിലുള്ള കണ്ടന്റുകളെല്ലാം പഠിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. താങ്ക് യു.